ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മണാലിയിലെ 4th ഡേ വ്യൂ ആണ്. ഇന്ന് നമ്മൾ ജോഗിനി വാട്ടർഫോൾസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എടുത്തിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇന്ന് അത്യാവശ്യം സണ്ണി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം 2 ദിവസമായിട്ട് ഭയങ്കര മൂടിയായിരുന്നു. ഇങ്ങനെ വെയിലൊന്നും നമ്മൾ ഉദിച്ചിട്ടേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോഗിനി വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് സ്നോ വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് മുകളിൽ കയറാൻ പറ്റുമോയെന്ന്, ട്രെക്കിങ് നടക്കുമെന്ന്. എന്നാലും നമ്മളൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. രാത്രിയിൽ നല്ല സ്നോഫാൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് നന്നായിട്ട് തന്നെ സ്നോ ഉണ്ട് കേട്ടോ. തലേ ദിവസത്തിലും കൂടുതൽ സ്നോ ആയിട്ട് തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നുമില്ല ട്രെക്കിങ് നടക്കുന്നത്. എന്നാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ട്രെക്കിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ട്രെക്കിങ്ങിന് പോകാനായിട്ട് എല്ലാവരും പുറത്തിറങ്ങി വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ നോക്കിയാൽ നല്ല അത്യാവശ്യം വെയിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ സ്നോ ഒക്കെ ഉരുകിയിട്ട് ഇങ്ങനെ വെള്ളമായിട്ടും ചില ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തുനിന്നും ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ വീടിൻ്റെ മേൽക്കൂര എന്നൊക്കെ സ്നോ ഉരുകിയിട്ട് ഇങ്ങനെ വെള്ളം മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ ഇറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മല കയറിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്, ജോഗിനി വാട്ടർഫോൾസൊക്കെ. അപ്പോൾ ഒരു നാട്ടിൻപുറത്തെ കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കാഴ്ചകളാണ് നമ്മളിനി പോകും തോറും കാണുന്നത്, ആ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ. അപ്പോൾ ഇതൊരു ശിവക്ഷേത്രമാണ് ഇവരുടെ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് ചൂടുവെള്ളമാണ് വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിനുള്ള പ്രോബ്ലംസൊക്കെ മാറുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളങ്ങനെ അത് കാണാനായിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പുറമേ നിന്നിട്ട് തന്നെ കാണാൻ പറ്റും ഇങ്ങനെ വെള്ളം ചൂടായിട്ട് വരുന്നത്. നല്ല തണുപ്പുണ്ട്, പക്ഷേ ഈ ഒരു വെള്ളം നല്ല ചൂടുവെള്ളമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നേരെ നമ്മൾ ജോഗിനി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു നാട്ടിൻപുറ കാഴ്ചകൾ നമ്മൾ കണ്ടത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരും അലക്കലും അങ്ങനെ ഓരോ പണിയിലാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമുള്ള കാഴ്ചകളാണ്.
വെയിലായതുകൊണ്ട് തന്നെ ഐസ് ഉരുകിയിട്ടാണ് കേട്ടോ ഈ മഴ പോലെ വെള്ളം ഇങ്ങനെ വരുന്നത്. ഇങ്ങോട്ട് നോക്കിയ 3 കുട്ടികൾ, 3 പേരിവിടെ. ഹലോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് ജോഗിനി ഫോൾന്ന്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് ഇനി നമ്മളുടെ യാത്ര. പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴി തന്നെയാണ്. കാരണം അത്ര ഒരാൾക്ക് ഇങ്ങനെ നടന്ന് പോകാൻ മാത്രമേ പറ്റുള്ളൂ കുറച്ച് കഴിയും തോറും. അപ്പോൾ ഐസ് വീണുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് വഴുക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് തെന്നി വീഴാൻ ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഐസ് മെൽറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ചളിയായിരുന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്, പക്ഷെ നമ്മൾ ഈ നടക്കുന്നത് കാരണം നമ്മുടെ ബോഡി ഹീറ്റായിട്ട് നമുക്ക് ആ ഒരു തണുപ്പ് അത്രയും ഫീൽ ചെയ്തിരുന്നില്ല കേട്ടോ ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ സമയത്ത്. കുറച്ച് കഴിയും തോറും മഞ്ഞൊന്നും ഉരുകിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ഡേഞ്ചറായിരുന്നു കേട്ടോ. നമ്മൾ നടക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് കാലൊക്കെ സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് കുറച്ച് പേടിയായി തുടങ്ങി. എല്ലാവരും ഒന്ന് സ്ലോ ആയിട്ടായിരുന്നു നടന്നിരുന്നത്. പിന്നെ നമുക്ക് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഫുള്ളായിട്ട് കിട്ടിയിരുന്നത്. പക്ഷേ നമുക്ക് പിന്നെ ചെറുതായിട്ട് പേടിയാവാൻ തുടങ്ങി. നമുക്ക് സ്നോ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ നടക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് സ്നോ തന്നെ ആയിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറ്റുന്ന അത്ര നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കാല് സ്ലിപ്പായോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പേടിച്ചിട്ടാണ് നടക്കുന്നത്. നടക്കാൻ പറ്റില്ല. പിന്നെ ഇനിയും ഉണ്ട് 3 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു ജോഗിനി വാട്ടർഫോൾസിലേക്ക് നടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഡേഞ്ചറായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരുടെയും ഡിസിഷൻ പ്രകാരം എല്ലാവരും പറഞ്ഞ് ഇനി കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോകണ്ട മുകളിലേക്ക്. കാരണം എന്തെങ്കിലും നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ എടുത്ത് താഴത്തെ ഇറക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാവും. കാരണം ഇങ്ങോട്ട് വണ്ടിയോ ഒന്നും വരുന്ന സ്ഥലമല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു വ്യൂ കിട്ടിയപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തു കുറച്ച് നേരം.
അങ്ങനെ നമ്മൾ ഇവിടുന്ന് നല്ല മോമോസും ചായയൊക്കെ കുടിച്ചു. നല്ല തണുപ്പത്ത് ചൂടുള്ള മോമോസും ചായയും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. വീണ്ടും നമ്മൾ തിരിച്ച് തന്നെയാണ് പോയത് മുകളിലേക്ക്. പിന്നെ പോയില്ല, കുറച്ച് പേരൊക്കെ ഒന്ന് പോയി നോക്കി. പക്ഷേ പോകും തോറും കൂടുതൽ ഡേഞ്ചറാണെന്ന് തോന്നിയപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ആർക്കും ജോഗിനി ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് തിരിക്കുകയാണ് ചെയ്തത്. ജോഗിനി വാട്ടർഫോൾസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് സ്നോ ആയതുകൊണ്ടാണ്. അല്ലാണ്ട് നോർമലി ഒരു ഡേ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി കാണാനൊക്കെ പറ്റും. ഇത് സ്നോ നന്നായിട്ടുള്ളതുകൊണ്ട് നമ്മൾ കാല് നന്നായിട്ട് തന്നെ തെന്നി പോവായിരുന്നു. അതുകൊണ്ട് കൂടുതൽ നമ്മൾ അപകടങ്ങളൊന്നും വരുത്തണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചതാണ്. പിന്നെ നമ്മൾ അങ്ങനെ നേരെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അങ്ങനെ നേരെ റൂമിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാമ്പ് ഫയറും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് നമ്മളുടെ മണാലിയിലെ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു. പിന്നെ രാവിലെ നമ്മൾ നേരെ ഇനി കുളുവിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ പാരാഗ്ലൈഡിങ്ങും അതുപോലെ റാഫ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ നമ്മൾ ഡൽഹിയിലേക്ക് തിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.